ഹായ് പ്യാര വെച്ചോ അനസാറാണ്. എല്ലാ മക്കൾക്കും ഓണപരീക്ഷ പേപ്പറൊക്കെ കിട്ടിയോ? എങ്ങനെയുണ്ട് നിങ്ങളുടെ മാർക്കൊക്കെ? നിങ്ങൾ വിചാരിച്ച പോലെയുള്ളൊരു മാർക്ക് നിങ്ങൾക്ക് നേടാൻ കഴിഞ്ഞിട്ടുണ്ടോ? അപ്പോൾ ചില മക്കളൊക്കെ പറയും, മാഷെ ഞങ്ങൾക്ക് നല്ല മാർക്ക് കിട്ടിയിട്ടുണ്ട്, അടിപൊളിയായിട്ട് ഞങ്ങൾ പരീക്ഷ എഴുതിയിട്ടുണ്ട്, ആദ്യമായിട്ടാണ് ഞങ്ങൾ ഹിന്ദി പഠിച്ചിട്ടുണ്ടായിരുന്നത്, പക്ഷേ നല്ല എളുപ്പമായിരുന്നു എന്നൊക്കെ എൻ്റെ മക്കൾക്ക് റിവ്യൂ ഉണ്ടായിരിക്കും. പക്ഷേ എൻ്റെ മക്കളോട് എനിക്ക് ചോദിക്കാനുള്ളത്, ആദ്യമായിട്ട് നമ്മൾ ഹിന്ദി പഠിക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യണം, അധികമായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഹിന്ദിയിലേക്ക് ഫോക്കസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അവൻ്റെ എല്ലാ മക്കളും നല്ല അടിപൊളിയായിട്ട് പഠിച്ചിട്ടുണ്ട് എന്നറിയാം. പക്ഷേ തുടർന്ന് അങ്ങോട്ട് നിങ്ങൾക്ക് നല്ല മാർക്ക് നേടണമെങ്കിൽ ഇതേപോലെ മാത്രമല്ല, ഒന്നും കൂടി നിങ്ങൾ എഫേർട്ട് എടുത്തിട്ട് നിങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് 2 യൂണിറ്റാണ് പരീക്ഷയ്ക്ക് വന്നിട്ടുണ്ടായിരുന്നത്, ഇനിയും നമുക്ക് 2 യൂണിറ്റ് പഠിക്കാനുണ്ട്. അപ്പോൾ ഈ 2 യൂണിറ്റ് മാത്രമായിരിക്കില്ല ഇനി അങ്ങോട്ടുള്ള മിഡ് ടേം എക്സാമിൽ ഉണ്ടായിരിക്കുന്നത്, ആദ്യത്തെ 2 യൂണിറ്റിൽ നിന്നും ഉണ്ടായിരിക്കും. അപ്പോൾ ടോട്ടൽ 4 യൂണിറ്റ് ബേസ് ചെയ്തിട്ടായിരിക്കും ഇനി നമുക്ക് വരുന്ന പരീക്ഷ. അപ്പോൾ നല്ല അടിപൊളിയായിട്ട് നമ്മൾ പഠിക്കണം. മാത്രമല്ല ബേസ്ഡ് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്, ആ കാര്യങ്ങളും നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ കൃത്യമായി ഓരോ ദിവസവും നമ്മൾ പഠിക്കുന്ന പാഠഭാഗങ്ങൾ കൃത്യമായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, വീണ്ടും അത് റിപ്പീറ്റ് ചെയ്ത് വായിച്ച് നോക്കി ഹിന്ദി വായിക്കാൻ വേണ്ടിയിട്ട് നല്ല അടിപൊളിയായിട്ട് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. അപ്പോൾ ഇതിനൊക്കെ വേണ്ടിയിട്ട് നമ്മുടെ പൃഥ്വി ബാച്ച് ഇവിടെ അവൈലബിൾ ആണ്. അപ്പോൾ പൃഥ്വി ബാച്ചിലേക്ക് എൻ്റെ എല്ലാ മക്കളും ജോയിൻ ചെയ്ത് വരികയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്തു, മിഡ് ടേമിലേക്കുള്ള പാഠഭാഗങ്ങൾ നമ്മൾ തുടങ്ങി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക, നമ്മുടെ പൃഥ്വി ബാച്ചിലേക്ക് വരിക. അവിടെ കൃത്യമായിട്ട് നമ്മൾ ഓരോ ചാപ്റ്ററും അടിപൊളിയായിട്ട് പഠിക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ എല്ലാ മക്കളും അടിപൊളിയായിട്ട് നമ്മുടെ പൃഥ്വി ബാച്ചിലേക്ക് ജോയിൻ ചെയ്യുക. ലൈവായിട്ട് റെക്കോർഡായിട്ട് നമുക്ക് അവിടെ ക്ലാസ്സുകളുണ്ട്, അതേപോലെ ഡൗട്ട് ക്ലാരിഫിക്കേഷൻ സെക്ഷൻസ് ഉണ്ട്, യൂണിറ്റ് ടെസ്റ്റ് നടക്കുന്നുണ്ട്. ഇതൊക്കെ നമുക്ക് അടിപൊളിയായിട്ട് എന്ത് ചെയ്യണം, പൃഥ്വി ബാച്ചിലൂടെ നമുക്ക് പഠിക്കണം. മാത്രമല്ല തുടർന്ന് നമുക്ക് യൂട്യൂബിൽ ക്ലാസ് കിട്ടുമ്പോൾ അടിപൊളിയായിട്ട് ആ ഒരു പാഠഭാഗങ്ങൾ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പോൾ എല്ലാ മക്കളും നമ്മുടെ പൃഥ്വി ബാച്ചിലേക്ക് ജോയിൻ ചെയ്യുക, നമുക്ക് അടിപൊളിയായിട്ട് പഠിക്കാം. ബൈ.